ഇന്ത്യയിലെ മറ്റ് 20 വലിയ സംസ്ഥാനങ്ങളെ പിന്നിലാക്കി നീതി ആയോഗിന്റെ ആരോഗ്യ നിലവാര സൂചികയിൽ കേരളം 1-ാം സ്ഥാനം കഴിഞ്ഞ കുറേ കാലമായി നിലനിർത്തുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളുമായുള്ള താരതമ്യത്തിൽ ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ മികവ് തികച്ചും അഭിമാനകരമാണ്. സാർവത്രികവും സൗജന്യവുമായ പൊതുജനാരോഗ്യ ചികിത്സാ സംവിധാനം എന്ന സങ്കല്പം കടുത്ത വെല്ലുവിളികളെ നേരിടുന്ന ഘട്ടത്തിലാണ് ദേശീയ തലത്തിൽ കേരളത്തിന്റെ നേട്ടം. എന്നാൽ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെ ഈ നേട്ടം കൊണ്ട് കാണാതെ പോകരുത്. അത്രത്തോളം വീഴ്ചകൾ കേരളത്തിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ നീളുന്നുണ്ട്. അനാസ്ഥയുടെ പട്ടികയ്ക്കും നീളം കൂടുതലാണ്. കേരളത്തിൻ്റെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ആരോഗ്യമന്ത്രി ഒരു യാത്ര നടത്തിയാൽ കാണാം അതിരാവിലെ മുതൽ OP ചീട്ടിനായി കൈക്കുഞ്ഞുമായി നിൽക്കുന്ന അമ്മമാരെ. ഗുരുതര രോഗങ്ങൾക്ക് പോലും മരുന്ന് പുറത്തുപോയി വാങ്ങാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന നിരാലംബരെ. വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വൈറ്റ് വാഷ് ചെയ്യുന്ന പ്രതികരണങ്ങളല്ല വേണ്ടത്. പ്രശ്നങ്ങളെ പരിഹരിച്ച് ആരോഗ്യരംഗം മികവുറ്റതാക്കി തെളിയിക്കുകയാണ് വേണ്ടത്. 2022 മുതൽ ആരോഗ്യവകുപ്പിനുണ്ടായ ചില വീഴ്ചകൾ ഡീകോഡ് ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ ഈ വീഴ്ചകൾ സർക്കാരിനെ വിമർശിക്കാനുള്ളതല്ല. തെറ്റുണ്ടായിട്ട് എന്ന് തെളിയിക്കുന്ന ചില വസ്തുതകളുടെ കണക്കുകളാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. 27/5/2025 27/5/2025 കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ കണ്ണുരോഗ വിഭാഗത്തിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചോർച്ച. ഇതേ തുടർന്ന് അന്ന് നടത്തേണ്ടിയിരുന്ന 8 ശസ്ത്രക്രിയകളാണ് മാറ്റിയത്. അന്ന് രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചയച്ചു. ഓപ്പറേഷൻ തിയേറ്റർ മുറിക്ക് മുകളിലെ ഷീറ്റിലാണ് ഈ ചോർച്ച അന്ന് അനുഭവപ്പെട്ടത്. ഈ ചോർച്ച കാരണം പാവപ്പെട്ട രോഗികൾ ഏറെ ബുദ്ധിമുട്ടിലായി. പിന്നീട് 4/4/2025 4/4/2025 ഏപ്രിൽ മാസം 4-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങി. ഉപകരണങ്ങൾ നൽകുന്ന കമ്പനിക്ക് സർക്കാർ പണം നൽകാത്തതാണ് ശസ്ത്രക്രിയകൾ മുടങ്ങാൻ കാരണമെന്നാണ് അന്ന് ഉയർന്നു വന്നിരുന്ന വാദം. ഇതോടെ നിരവധി രോഗികൾ അവർക്ക് ശസ്ത്രക്രിയകൾക്ക് ചെയ്യാൻ കഴിയാതെ വന്നു. അത് പിന്നീട് മാറ്റിവെക്കേണ്ട അവസ്ഥയും ഉണ്ടായി. പിന്നീട് ഫെബ്രുവരി മാസം 26-ാം തീയതി 2025 ഇതേ വർഷം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ഓർത്തോ വിഭാഗം ട്രോമ ശസ്ത്രക്രിയകളും മുടങ്ങി. അപകടത്തിൽപ്പെട്ടും വീണും എല്ലുപൊട്ടി എത്തുന്നവർക്ക് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഓർത്തോ ഇംപ്ലാന്റുകളുടെ വിതരണം മുടങ്ങിയതിനെ തുടർന്നാണിത്. HDSലെ ന്യായവില സർജിക്കൽ ഷോപ്പിൽ നിന്ന് ഇംപ്ലാന്റ് കൊണ്ടുവന്നാണ് ഇവിടെ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. ഇവിടേക്ക് ഓർത്തോ ഇംപ്ലാന്റ് നൽകിയ വകയിലെ കുടിശ്ശികയായി 6 കോടിയാണ് വിതരണക്കാർക്ക് കിട്ടാനുണ്ടായിരുന്നത്. 6 കോടി കിട്ടാനുണ്ടായതുകൊണ്ട് തന്നെ വിതരണക്കാർ ആശുപത്രിയിലേക്കുള്ള വിതരണം നിർത്തിവെച്ചു. പിന്നീട് 2025 മെയ് മാസം 24-ാം തീയതി 24/5/2025 പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റി മണിക്കൂറോളം കാത്തിരുന്നിട്ടും ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചില്ലെന്നാണ് പരാതി. മൂക്കിൽ ദശവളർച്ചയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ ഗോവിന്ദാപുരം സ്വദേശിനിയാണ് അന്ന് ശസ്ത്രക്രിയ നടത്താനാകാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. 2025 6-ാം മാസം, അതായത് ജൂൺ മാസം 25-ാം തീയതി ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സംഭവം നടന്നു. രോഗിക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നതിനുള്ള കാനുല മാറ്റുന്നതിൽ കാലതാമസം വരുത്തി. ഇതിനെ തുടർന്ന് PG ഡോക്ടർക്ക് അന്ന് മർദ്ദനമേക്കുന്ന സാഹചര്യം. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക ആശുപത്രികളിലും സ്റ്റാഫിൻ്റെ അപര്യാപ്തത മൂലം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതുമൂലം രോഗികളുടെ കൂട്ടിരിപ്പുകാർ പലപ്പോഴും ബന്ധുക്കളടക്കം പലപ്പോഴും ഈ ഡോക്ടർമാരെ മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. 2023 നമ്മൾ പോവുകയാണ്. 2023 ഓഗസ്റ്റ് മാസം 17-ാം തീയതി പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ രോഗികൾ ശസ്ത്രക്രിയയ്ക്കായി 4 മുതൽ 8 മാസം വരെ കാത്തിരിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രതിദിനം ചുരുങ്ങിയത് 3 ശസ്ത്രക്രിയയെങ്കിലും അവിടെ നടത്താൻ സൗകര്യമുണ്ട്. എന്നാൽ ആഴ്ചയിൽ 1-2 സർജറികൾ മാത്രമാണ് അവിടെ നടക്കുന്നത്.
ഡോക്ടർമാരെയും മതിയായ ജീവനക്കാരും നിയമിക്കാത്തതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഇത് മറച്ചുവെക്കുവാൻ വേണ്ടി ആ ദിവസങ്ങളിൽ ചെയ്തത്, ആരോഗ്യവകുപ്പ് ചെയ്ത കാര്യമെന്ന് വെച്ചാൽ ക്യാൻസർ ചികിത്സാ രംഗത്ത് വൻ നേട്ടമെന്ന് ആരോഗ്യമന്ത്രി പത്രക്കുറിപ്പിറക്കി ഘോരഘോരം പ്രസംഗിക്കുകയായിരുന്നു ചെയ്തത്. നൂറുകണക്കിന് പാവപ്പെട്ട രോഗികളാണ് ചികിത്സ കിട്ടാതെ അവിടെ കാത്തു കെട്ടിക്കിടന്നത്. അന്ന് അവരെ മറ്റു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. നമ്മൾ 2023 5-ാം മാസം, അതായത് മെയ് മാസത്തിലേക്ക് വരികയാണ്. 2023 മെയ് മാസം 21-ാം തീയതി കേരളം ഈ തീയതി ഒരുപക്ഷെ മറന്നു കാണും. പക്ഷേ ഇത് മറക്കാൻ ആഗ്രഹിക്കാത്ത ചില ആളുകളുണ്ട്. എറണാകുളം രാജഗിരി ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ കവാടത്തിൽ, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ കവാടത്തിലെത്തിച്ച വൃക്ക ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കാൻ എടുത്തത് 10 മിനിറ്റാണ്. അതിന്റെ കഥ ഇങ്ങനെയാണ്. ആശുപത്രിക്ക് സമീപത്തുണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർമാരാണ് വൃക്ക ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഡോക്ടർമാരെ അന്ന് സഹായിച്ചത്. ആശുപത്രിയിൽ ഓപ്പറേഷന് സജ്ജീകരണങ്ങൾ ഒരുക്കാത്തതിനാൽ ആംബുലൻസ് ഡ്രൈവർമാരടക്കം അന്ന് പ്രതിഷേധിച്ചിരുന്നു. രാജഗിരി ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 34-കാരന്റെ വൃക്കയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അതും അതിവേഗം. വൃക്ക ലഭിക്കുമെന്ന വിവരം ലഭിച്ചതോടെ മൃതസഞ്ജീവനിയിൽ പേര് രജിസ്റ്റർ ചെയ്ത രോഗികളെ ആശുപത്രിയിൽ നിന്ന് വിളിച്ചറിയിക്കുകയായിരുന്നു. 4 പേരാണ് അന്ന് സർജറിക്കായി തയ്യാറായി എത്തിയത്. തുടർ പരിശോധനയിൽ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവായി, 2 പേർക്ക് വൃക്ക യോജിക്കില്ല എന്ന് കണ്ടെത്തി. പിന്നീട് സുരേഷ് കുമാർ എന്ന രോഗിക്കാണ് വൃക്ക യോജിച്ചത്. അദ്ദേഹത്തിന് വൃക്ക മാറ്റിവെക്കാൻ തീരുമാനിച്ചു. വൃക്ക എത്തുമ്പോൾ രോഗി ഡയാലിസിസിലായിരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. 6:30 വൃക്കയുമായി മെഡിക്കൽ സംഘം എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഈ മെഡിക്കൽ സംഘത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് 6:30 മുൻപ് 5:30, അതായത് 1 മണിക്കൂർ നേരത്തെ സംഘം എത്തി. വൃക്ക മാറ്റിവെക്കൽ ഓപ്പറേഷന് വിധേയനാകുന്ന രോഗിക്ക് 4 മണിക്കൂറെങ്കിലും ഡയാലിസിസ് ചെയ്യണം. വൃക്കയുമായി ആംബുലൻസ് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ തടസ്സങ്ങളില്ലാതെ വൃക്ക ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളൊന്നും അന്ന് നടന്നില്ല. വൃക്ക ആംബുലൻസിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആംബുലൻസിലെ ജീവനക്കാർ. ലിഫ്റ്റ് സജ്ജീകരണം ഇല്ലാത്തതിനാൽ വൃക്കയുമായി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്താൻ വേണ്ടി വന്നത് 10 മിനിറ്റാണ്. 10 മിനിറ്റ് ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലെത്തിയപ്പോൾ കണ്ടത് പൂട്ടിയ തിയേറ്ററിനെയാണ്. നെഫ്രോളജി, യൂറോളജി വിഭാഗം തമ്മിൽ ആശയവിനിമയം നടന്നില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ആ രോഗി പിന്നീട് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുതരമായ എണ്ണിപ്പറയുന്ന ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ സംസ്ഥാനത്ത് ദിനംപ്രതി നടക്കുന്നുണ്ട്. അതിലെ ചിലത് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസിന്റെ പ്രസ്താവന വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഡോക്ടർ ഹാരിസിന്റെ പ്രസ്താവന എന്താണെന്ന് നമുക്കിനി കേൾക്കാം. ഗവൺമെൻറ് മേധാവി ആയ കാലം മുതൽ ഞാൻ ഗവൺമെൻറ്റിനെയും പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണതെല്ലാം. അത് പല ലെവലിൽ ഞാൻ പോയി സംസാരിക്കുകയും പല രീതിയിലുള്ള റിക്വസ്റ്റുകൾ കിടക്കുകയും അതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഈ കാര്യക്ഷമമായിട്ട് ആ സമയങ്ങളിൽ അത് ചെയ്യുന്നതിൽ എന്തോ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ പേഷ്യൻസിൻ്റെ കെയറിനെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി എന്നുള്ള നിലയ്ക്ക് എനിക്കതിനകത്ത് ഞാൻ വളരെ ആ കാര്യത്തിൽ വളരെ പ്രഷറൈസ്ഡാണ്. അതിനകത്ത് ഈ ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. അത് അങ്ങേയറ്റം ആയപ്പോഴാണ് ഞാനത് പോസ്റ്റ് ഇട്ടതും ഞാനത് ലീവ് എടുത്തതും ഞാനതിനെപ്പറ്റി ജോലി തന്നെ റിസൈൻ ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചത്. അത് ആ പോസ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഞാൻ ആ പോസ്റ്റ് എഴുതിയത്. അപ്പോൾ രാവിലെ ഞാനത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും DMEയും ഒക്കെ വിളിച്ചിരുന്നല്ലോ. അപ്പോൾ അവർ എനിക്ക് ആദ്യം ഉറപ്പ് തന്നു, ഇതെല്ലാം പരിഹരിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് പരിഹരിക്കാം എന്ന് ഉറപ്പ് തന്നതാണ്. പോസ്റ്റ് പിൻവലിക്കണം, അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പല പ്രാവശ്യം ഇതുപോലെ ഉറപ്പുകൾ ഇതിനു മുമ്പ് തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോസ്റ്റ് പിൻവലിച്ചില്ല. അതുപോലെ തന്നെ അതിനകത്ത് ആ അഭിപ്രായങ്ങൾ തന്നെയാണ്. അഭിപ്രായങ്ങൾ മാറാനുള്ള യാതൊരു കാരണം ഒന്നുമില്ല.
നോക്കൂ, വർഷങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ, യൂറോളജി വിഭാഗത്തിന്റെ തലവൻ, അദ്ദേഹമാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ പറയുന്നത്. ഈ ഞെട്ടിക്കുന്ന വസ്തുതയെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നുള്ള പ്രതികരണം കാണാം. ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിശ്വനാഥൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പ്രോബിൻ്റെ കേടുപാടുണ്ടായി എന്നുള്ളത് കൊണ്ട് ആ ശസ്ത്രക്രിയ നടന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ആ രീതിയിൽ ഈ പ്രശ്നം എത്തിയിട്ടുമില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. സമഗ്രമായി അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും ഇവിടെ കരുണ കാത്ത് കഴിയുന്ന ഒട്ടേറെ രോഗികളുണ്ട്. ഓപ്പറേഷന് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അവർ സർക്കാർ മെഡിക്കൽ കോളേജുകളെ, സർക്കാർ ആശുപത്രികളെയൊക്കെ ആശ്രയിക്കുന്നത്. അവിടെയാണ് ചില ഉദ്യോഗസ്ഥരുടെ, ചില വകുപ്പ് മേധാവിമാരുടെയൊക്കെ ആലംഭാവം മൂലം ഇത്തരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്നത് എന്താണ്? ഷിജു കുര്യൻ പറയും. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉണ്ടാകുന്ന അവസ്ഥ, അതിൻ്റെ ഒരു നേർക്കാഴ്ച എന്ന നിലയിലുള്ള വലിയൊരു കുറിപ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടത്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉപകരണം ഇല്ലാത്തത് മൂലം 23 വയസ്സുകാരനായ ഒരു യുവാവിൻ്റെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വരുന്നു. ഇത് നടക്കുന്നത് അങ്ങ് ഉത്തരേന്ത്യയിലൊന്നുമല്ല, ഇവിടെ കേരളത്തിലാണ്. കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളെയും കുറ്റം പറയുന്നില്ല, പക്ഷേ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ മരുന്നിൻ്റെയും പല ഉപകരണങ്ങളുടെയും ക്ഷാമം വലിയ തരത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ തുറന്നു പറയാൻ വകുപ്പ് മേധാവിമാരോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരോ തയ്യാറാകാറില്ല. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അത് നേരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരുന്നത് രോഗികൾ തന്നെയാണ്. അതിനെ വളരെ കൃത്യമായിട്ട് ആരോഗ്യവകുപ്പ് അഡ്രസ്സ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെയുള്ള വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ഇന്നലെ 4 ശസ്ത്രക്രിയകൾ നടത്താൻ നിശ്ചയിച്ചിരുന്നു. അതിൽ 3 നടത്തി, 1 മാറ്റിവെക്കേണ്ടി വരുന്നു. 1 മാറ്റിവെച്ചത് എന്നുള്ളത് നമുക്ക് ചെറിയ ലാഘവത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു ലാഘവത്തോടു കൂടി അതിനെ കാണാൻ കഴിയില്ല. ഒരു ശസ്ത്രക്രിയയെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ അത് ആരോഗ്യവകുപ്പിൻ്റെ പരാജയം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിനകത്തുണ്ടാകുന്ന കാലതാമസം, അല്ലെങ്കിൽ ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിനകത്തുണ്ടാകുന്ന പലവിധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട സംവിധാനം വളരെ സാവധാനം പോകുന്നത് ചെറുതായിട്ടൊന്നുമല്ല രോഗികളെ വലയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, മറ്റു പല മെഡിക്കൽ കോളേജുകളിലും പലവിധമായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ പുറത്തു വന്ന വിവരമാണ്. ഇന്ന് തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, യൂറോളജി വിഭാഗത്തിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും ഉപകരണങ്ങളില്ല. അത് എന്തൊക്കെ തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇല്ലാത്തത് എന്ന് താൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നില്ല. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കും. അത് അറിയിച്ചു കഴിഞ്ഞാൽ അവർ പരിഹാരം കാണണം എന്നുള്ള അഭ്യർത്ഥന കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. യൂറോളജി വിഭാഗത്തിൽ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയ മുടങ്ങിയാനുണ്ടായ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 7-8 മാസത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ബന്ധപ്പെട്ട ആളുകളെ എല്ലാം സമീപിച്ചതാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ഈ പറയുന്ന പോലെ DME, അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഇവരെയെല്ലാം ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴൊക്കെ അവർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചത്. അവരിതിനകത്തൊന്നും ഇടപെട്ടില്ല എന്നുള്ള വിമർശനം കൂടി ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട്. അപ്പോൾ തനിക്കുണ്ടായ മനപ്രയാസം മൂലമാണ് ഇക്കാര്യങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയിടാൻ താൻ നിർബന്ധിതനായത്. അതിൻ്റെ പേരിൽ ബ്യൂറോക്രസിയുടെ ഇരയാകാൻ താനില്ല. ഇപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ കുറിപ്പിൻ്റെ പേരിൽ തന്നെ വേട്ടയാടിക്കോട്ടെ, തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടോട്ടെ, താൻ എന്തിനും തയ്യാറാണ്, അത്രയും മടുത്തു എന്ന് ഒരു വകുപ്പ് മേധാവിയാണ് പറയുന്നത്. അപ്പോൾ ചെറുതല്ല മെഡിക്കൽ കോളേജിലുള്ള വിഷയം. അത് തിരുവനന്തപുരത്തിൻ്റെ മാത്രമായി കാണുകയും ചെയ്യാൻ പാടില്ല. കേരളത്തിലുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലടക്കം എല്ലാ വിഭാഗങ്ങളിലും വേണ്ട ഉപകരണങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഏത് വിഭാഗത്തിൽ ചികിത്സ തേടി വരുന്ന രോഗികളായാലും അവർക്ക് ഒട്ടും സമയം കളയാതെ അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തണം.
മെഡിക്കൽ കോളേജിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മേനി നടക്കുന്ന ആരോഗ്യമന്ത്രി ഷിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗികൾക്ക് ചികിത്സ നൽകുന്നതിൽ അനാസ്ഥ ഒട്ടും പാടില്ല.